அதில் ஏதோ ஒன்று என்னை எங்கோ தூக்கிச் செல்லும். ஒரு பிடிப்பிடித்து இருவரும் நடக்க வில்லுனி ஒரு வீதிய கடக்க ஏன் இந்த ஆசை ஆயிரம் ஆசை என்னை மயக்கி விட்டாய். നിങ്ങൾ രണ്ടുപേരും ഇത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും അല്ലേ എന്ന് വിചാരിക്കുമ്പോ ഇത് തോന്നിവാസം കാണിക്കാനാണോ? ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ആ രീതിയിലുള്ള ഡിസിപ്ലിൻ പാലിക്കണം. ഓ, ഇനിയിപ്പോ കരഞ്ഞു കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ഉമ്മ വെച്ച് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതൊക്കെ പറയാൻ നീ ആരാ? നിന്റെ അപ്പൻ ദേവേന്ദ്രന്റെ തന്ത മുട്ടിപ്പട്ടം ഉണ്ടാക്കിയിട്ട റെയിൽവേ സ്റ്റേഷനാണോ ഇത്? നിനക്ക് കയറി ഇങ്ങനെയൊക്കെ പറയാൻ? ഓഹോ, ഇപ്പൊ കണ്ടുകൊണ്ട് വന്ന എനിക്കാ കുറ്റം, കാണിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല. അല്ല, ഞങ്ങൾ എന്ത് കാണിച്ചെന്നാ ഇയാളീ പറയുന്നേ? ഈ പബ്ലിക് പ്ലേസിൽ കിടന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിച്ചിട്ട് ചോദിക്കാമെന്ന എന്നോടിപ്പോ വെക്കിട്ടുകാരാ? നടത്തണം. എന്റെ ഭാര്യയ്ക്ക് എവിടെ വെച്ച് ഉമ്മ കൊടുക്കണം, എപ്പോ ഉമ്മ കൊടുക്കണം, എങ്ങനെ ഉമ്മ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് കണ്ടവന്മാരുടെ നിർദ്ദേശത്തിന്റെ ആവശ്യം എനിക്കില്ല. ഏത് ഭാര്യയും ഭർത്താവായിരുന്നാലും പൊതുസ്ഥലത്ത് വെച്ചല്ല ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യേണ്ടത്. ഇയാളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ വന്നേ ഇങ്ങോട്ട്. താൻ എന്തൊക്കെയാ കാണിക്കുന്നോ? എന്ത് കാണിച്ചെന്ന്? താൻ ഒന്നും കാണിച്ചില്ലേ? താനെന്തിനാ ഞാൻ തന്നെ ഭാര്യയാണെന്ന് പറഞ്ഞത്? ഓ, അത് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. കാര്യപ്പെട്ട അത് മാത്രല്ല, താൻ എന്നെ ഉമ്മ വെച്ചില്ലേ? എന്തിനാ അങ്ങനെ ചെയ്തേ? നീ കോപ്പേ, നീ കണ്ടതല്ലേ എന്തോ നടന്നതെന്ന്? പിന്നെ അതിനെ കുത്തി കുത്തി ചോദിക്കുന്നേ? കാല് വഴുതി എന്റെ മേത്തോട്ട് വീട്ട്. ഓ, അപ്പൊ ഞാനാണോ മേത്തോട്ട് വീണത്? അപ്പൊ നിങ്ങളുടെ കണ്ണ് എവിടെയായിരുന്നു? മാനത്തായിരുന്നു? ഈ പുല്ലേ, അവിടെ എന്താ നടന്നതെന്ന് നിനക്കും എനിക്കും അറിയാം. എന്നിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട് സംസാരിച്ചോണ്ടല്ലോ എന്റെ അടുത്ത്. മാത്രമല്ല, നീ എന്റെ കരടക്കുറ്റി കടിച്ചു. അത് ഞാൻ മറക്കുമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട. അതെ, ചുമ്മാ അല്ലല്ലോ ഞാൻ അടിച്ചത്, എന്നെ ഉമ്മിച്ചിട്ടല്ലേ. ഇനിയും ചെയ്ത ഇനിയും ഞാൻ അടിക്കും. ഓ, നോൺസെൻസ്. അപ്പൊ ശരി, ഞാൻ പോവാ. പിന്നെ ആരെങ്കിലും ഇനി ഉമ്മിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് മാറിയിരുന്ന് ഉമ്മിക്കണം. ഇപ്പഴത്തെ സൈഡ് മൊത്തം നല്ല ഉഷിലുള്ള ഓട്ടോചാട്ടന്മാരാ, പിടിച്ച് പഞ്ഞിക്കിടും. ഇതെന്താ ഇവനീ താമസിക്കണേ? എത്ര നേരമായി? അവൻ എത്തിയോ? എത്ര നേരായി മുത്തശ്ശി കാത്തിരിക്കുന്നു. ഇപ്പോഴാണോ നീ വരുന്നേ? മുത്തശ്ശി, എനിക്കൊട്ടും വയ്യ. തല നല്ല വേദനയുണ്ട്. ഞാൻ കിടക്കട്ടെ. മോനെ, നീ പോയി കിടന്നോ. അവൾ ആരാണ് അവളുടെ വിചാരം? എന്നെ അടിച്ചിരിക്കുന്നു വെച്ചിട്ടാണ് അവക്ക് മുയലും പല്ലി. നേരത്തെ എന്റെ കൈ അവിടെ പോയിരിക്കുകയായിരുന്നു. രണ്ടടി അവിടെ ചെകിട്ടത്ത് കൊടുത്തിരുന്നേ മനസ്സിന് സന്തോഷമായത്. കൊച്ചമ്മേ, അപ്പുകുഞ്ഞിന്റെ മുറിനെ വലിയ ഒച്ചപ്പാടും ബഹളവും കേൾക്കുക. എന്താ? എന്റെ സുശീലേ, നിനക്കറിയില്ല അവന്റെ സ്വഭാവം. വരുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ ഒച്ചപ്പാടും ബഹളമായി കേൾക്കുന്നത്. വന്നപ്പോഴേ മുഖം ഒരു കുട്ടയ്ക്ക് വീർപ്പിച്ചു വെച്ചാ വന്നേ. പറയുക തലവേദന. എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഓ, അതല്ലേ മുഖം അങ്ങനെ വെച്ചിരിക്കുന്നേ. കമ്പനിയിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കൊച്ചമ്മേ. ഇനി അത് 3 ദിവസം വലിച്ചു കയറ്റി വെച്ചോണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി തണുപ്പിക്കാം. ഇന്നെന്താ അവിടെ ശബ്ദമൊന്നുമില്ലാത്ത? പാട്ട് ക്ലാസ് ഇല്ലേ ഇന്ന്? മായേ, ഒന്ന് പെട്ടെന്നൊന്ന് വന്നേ. എത്ര നേരമേ ഒരുങ്ങുന്നു? അമ്പലം ഇപ്പൊ അടയ്ക്കും. ഓ, ഞാൻ ഇറങ്ങി അമ്മേ. ആദ്യം ഞാൻ സാരി ഉടുത്തെ, അത് ശരിയായില്ല. പിന്നെ ഞാൻ ഈ ചുരിദാർ എടുത്തിട്ടു, അതാ ഇത്ര ടൈമായേ. ഈ അച്ഛനും മക്കളും എല്ലാം കണക്കാ. ഒരുങ്ങാൻ കയറിയ 1 മണിക്കൂറാ.
ഇങ്ങനെ നിന്ന് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നട അടയ്ക്കും. പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. വാ ഇങ്ങോട്ട്. അമ്പലത്തിൽ പോന്നോ? ഡാ സങ്കൽപ്പേ. തിരനൂരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യ കണ്ണിപ്പോയോ തിരി തെളിയും ക്രീം തീർന്നു നീ ഇവിടെ വന്ന് ക്രീം ഇട്ടുകൊണ്ടിരുന്നോ? എടാ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്, നമുക്കൊന്ന് അമ്പലം വരെ പോവാം. വെരി സോറി മോനെ, അമ്പലം നിനക്ക് എന്നെ കിട്ടില്ല. നീ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടാ ഇവിടെ മറ്റേ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുമ്പോ. എടാ നിന്നോട് അമ്പലം വരെയല്ലേടാ വരാൻ പറഞ്ഞോളൂ, ഒന്ന് വാടാ കൂടെ. ഓ എനിക്കൊന്നും വയ്യ. അതല്ല ഇപ്പൊ എന്ത് അമ്പലത്തിൽ പോണം എന്നൊക്കെ ഒരു തോന്നൽ. ഓ അതോ, അതിന്ന് അമ്പലത്തിൽ ഏതാണ്ടോ നിധി പൂജ ഉണ്ടെന്നോ പിന്നെ കൊറേ പെമ്പിള്ളേരെന്തോ വരുന്നെന്നോ അങ്ങനെയൊക്കെ കേട്ടു. പെണ്ണുങ്ങളോ? ആടാ, ഇനിയിപ്പൊ നീ വരുന്നില്ലല്ലോ, ഞാൻ പോയി കണ്ടിട്ടൊക്കെ വരാം. ശരി എന്നാ. അയ്യോ നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണടാ ഇത്ര ദൂരം. ഞാനും വരാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പൊ ഒരു ഭക്തി തോന്നുന്നു. മണ്ടൻ. എന്നാ ശരിയാടാ, ഞാനെന്ന് ഡ്രസ്സ് മാറട്ടെ, നീ ഡ്രസ്സ് മാറിക്കോ, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കേ. നീ ഒന്ന് പിടിച്ചിരിക്കെ, ഞാനൊന്ന് സ്പീഡിൽ കത്തിച്ചു വിടാൻ പോവാം. ഇവിടെ ഇപ്പൊ മൊത്തം കളവനും കളവിമാരും അല്ലേ ഉള്ളൂ. ഇതിലെവിടെ പെണ്ണുങ്ങള്? ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ? നിനക്ക് കണ്ണ് കണ്ടുകൂടെ? ഏത് ഈ സെറ്റും മുണ്ട് കൊടുത്ത കിളവിമാരാണോടാ നിന്റെ ഭാഷയിൽ പെണ്ണുങ്ങള്? ഓ അത് വയസ്സായവരാ, അത് സമ്മതിച്ചു. പെൺപിള്ളേരൊക്കെ ആ നിധിപൂജയുടെ സ്ഥലത്ത് കാണോടാ, നീ വാ. ഈശ്വര, ആ നിധിപൂജയിൽ അവിടെ കിണ്ണം കാച്ചി പെണ്ണുങ്ങളെ നിക്കണേ എന്റെ ഭഗവാനേ. അല്ല, ഇതാരാ സീമയുമായോ? കുറെ നാളായില്ലേ ഈ അമ്പലത്തിലോട്ടൊന്ന് കണ്ടിട്ട്. ആ സ്വാമി കുറച്ചു നാളായി അമ്പലത്തിലോട്ടൊന്ന് വന്നിട്ട്. ഇവൾക്ക് പരീക്ഷയായിരുന്നു, മെഡിസിൻ അല്ലേ, ഫൈനൽ ഇയറാ, അതിന്റെ ധൃതിയിലൊക്കെ ആയിരുന്നു. അല്ല, മായമോളുടെ കല്യാണത്തിന്റെ കാര്യം എന്തായി? എന്തെങ്കിലുമൊക്കെ ഉറച്ചോ? ഇല്ല, ഇതുവരെ ഒന്നും ഉറച്ചില്ല. എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ആ തൂണിന്റെ പിറകെ എന്തു ചെയ്യുക? പ്രണവേ, പ്രണവേ, നീ എന്തിനാ ഇവിടെ കയറി ഒളിച്ചിരിക്കുന്നേ? ഓ ഒന്ന് മിണ്ടായിരിക്കടാ, അവര് കേക്കും. ആര് കേൾക്കാൻ? നിങ്ങളേതെങ്കിലും ജോത്സ്യനെ വിട്ട് പ്രശ്നം നോക്കാത്ത എന്താ? അത് ഞാനാ നോക്കണ്ടെന്ന് പറഞ്ഞ. എനിക്ക് ഇപ്പൊ കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല, അതാ. കേട്ടില്ല തിരുമേനി, ഇവള് ഇങ്ങനെ പറയുന്നോണ്ട് പിന്നെ ജോത്സ്യത്തിലൊന്നും നോക്കാൻ നിന്നില്ല. ഇതാണോടാ പ്രണവേ നിന്റെ നിധി? ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അത് ഇവളെ കാണാൻ അമ്പലത്തിൽ എന്റെ കൂടെ വരണോന്ന് പറഞ്ഞാ നീ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട്. സോറി എളിയ. പോടാ വന്നി, അവന്റെ ഒരു നിധിയും പെണ്ണുങ്ങളും. ഞാൻ പോണു. നിങ്ങൾ വിഷമിക്കണ്ട, ഈ കുട്ടിക്ക് പറ്റിയ ഒരാള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ദേവി എന്തായാലും അയാളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ശരി സ്വാമി. എന്നാലും അവൻ എന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചല്ലോ. എന്റെ ദൈവമേ, അവന്റെ ഒരു നിധിപൂജ, പെണ്ണുമില്ല പെടക്കോഴിയില്ല. ഇനി ഞാൻ എന്തോ ചെയ്യും? ദൈവങ്ങളെ. അഗജാനന പത്മാർഗം ഗജനാനമാർനിശ്യം അനേകദന്തം ഭക്താന. അയ്യോ, ഇതെന്തോന്ന് പഴംപൊരി നടന്നു വരുന്നു? ആ മനുഷ്യനായിരുന്നു, ഇവിടത്തെ പോറ്റിയാന്നാ തോന്നുന്നു. മന്ത്രമൊക്കെ കേട്ടിട്ട് പെണ്ണുങ്ങൾ വരുന്ന ദിവസം ഇങ്ങേർക്കറിയാൻ തോന്നുന്നു. ചോദിച്ചു നോക്കാം. ഓം സ്വാഹ സ്വാഹ സ്വാഹ. എക്സ്ക്യൂസ് മീ സ്വാമിജി, ഇവിടെ പെണ്ണുങ്ങളെ മാത്രം പൂജ എടുക്കുന്ന ദിവസം ഒന്ന് പറഞ്ഞു തരാമോ? ഛീ, വഴിമാറുക ശുംഭൻ. എന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ നിനക്ക് പറയാൻ തോന്നിയേ? ഇനി നിന്നെ ഈ അമ്പല പരിസരത്ത് കാണരുത്, ധിക്കാരി. സോറി സ്വാമി, എന്നെ ശപിക്കല്ലേ, ഞാൻ കാലി വീണ് മാപ്പ് കഴിക്കാമേ. മാറി നിൽക്ക, വൃത്തികെട്ട ജന്തു. സബാഷ്, പോകുന്നവനും വരുന്നവനും എന്റെ മെക്കിട്ടാണല്ലോ കേറുന്നത്. ഡാ പ്രണവേ. ഇവിടെ മൊത്തം ഞാൻ തിരക്കി, ഇവിടെ ഒന്നും അമ്മയെ ചേച്ചിയില്ല.
എവിടെയാ എന്നെ കൂട്ടാതെ രണ്ടുപേരും പോയേ? ആ അതിനെ നേരത്തെ എഴുന്നേക്കണം. നിന്റെ അമ്മയില്ലേ ചേച്ചിയും കൊണ്ട് അമ്പലത്തിൽ പോയേക്കുവാ. രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേക്കത്തുമില്ല, പല്ല് തേക്കാതെ ഫ്രണ്ടിൽ നിൽക്കുക. പോയി അടിച്ചു നടിച്ച് കുളിക്കടി, പോവാ അങ്ങോട്ട്. ഞാൻ കുളിച്ചോളാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആരാണോ കണ്ടുപിടിച്ചത് രാവിലെ എണീറ്റ കുളിക്കണോ? ഉച്ചയ്ക്ക് കുളിച്ചാ എന്താ കുളിയാകത്തില്ല. അല്ലെങ്കിലും മടിച്ചുകൾ ഇങ്ങനെ രാവിലെ കുളിക്കില്ല, ഉച്ചക്കേ കുളിക്കുള്ളൂ. ഇതറിയാന്നുള്ളതുകൊണ്ടാ കാരണവന്മാര് നേരത്തെ പറഞ്ഞു വെച്ചത് രാവിലെ കുളിക്കണമെന്ന്. ആ നന്മ വരെ എത്തിയല്ലോ. ഡി ചേച്ചി, നിനക്ക് എന്തായിരുന്നു എന്നെ കൂടെ അമ്പലത്തിൽ കൊണ്ടുപോയാലും? ഞാൻ എണീക്കും മുമ്പ് രണ്ടുപേരും എസ്കേപ്പായി. ബെസ്റ്റ്. നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചേ? വിളിച്ച് വിളിച്ചെന്റെ തൊണ്ട കഴിച്ചപ്പോഴാ അമ്മ പറഞ്ഞ ഇനി നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം. അതാ നിന്നെ കൊണ്ടുപോകാത്ത. അല്ലെങ്കിലും പണ്ടേ അമ്മയും മോളും ഒറ്റക്കെട്ടാണല്ലോ. ഇനി എന്നോട് മിണ്ടട്ടാ, മാറങ്ങോട്ട്, ഞാൻ കുളിക്കാൻ പോകും. ഓ ഇവളെ കൊണ്ട്. ഇത് അവളല്ലേ ഇന്നലെ? ഇവളൊക്കെ ഇപ്പൊ സ്വപ്നത്തിലും വന്നു തുടങ്ങിയോ? കുഞ്ഞെ, മേശക്കാലത്ത് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കിട്ടോ. ആ അവിടെ വെച്ചേക്ക്, ഞാൻ കുറച്ചോളാം. എന്നാൽ ഇവൾ എന്തിനാ എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വരുന്നത്? പുല്ല്. കടുവേ, തുടങ്ങി ഹാലോസിനേഷൻ. എന്റെ ദൈവമേ, ഓഫ്, ഇങ്ങനെ പോയ ശരിയാകത്തില്ല. ഇത് കുറെ ആയി. കുളിച്ചാലും പല്ലിച്ചാലും എല്ലാം ആ മുയലും പല്ലിയുടെ മോന്റെ. ഇതിന് വല്ല പ്രേമത്തിന്റെയും ലക്ഷണമാണോ? ഏയ്, പ്രേമിക്കാനാണെങ്കിൽ എത്ര പെമ്പിള്ളേര് ബാംഗ്ലൂർ കിട്ടും. കണ്ടുകൊടുത്താലും മതി. മുയലും പല്ലി. ഹലോ, എന്താടാ? ഹലോ ചേട്ടാ, ഒരു 500 ഉണ്ടെങ്കിൽ ജിപേയിൽ സെൻഡോ. വെച്ചിട്ട് പോടാ പാപ്പേ. എന്താടാ, എന്തിനാ എങ്ങനെ നീ ഒച്ച വെക്കുന്നേ നീ? അതൊന്നുമില്ല, ഞാൻ അൻവി വിളിച്ചോണ്ട് ദേഷ്യപ്പെട്ടടാ. ഒന്നുമില്ലെന്നത് നീ പറയണ്ട. ഇന്നലെ തൊട്ട് നിന്റെ മൂഡ് ശരിയാ. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. നീ പറ, അമ്മമ്മയോട് പറ, എന്താ പറ്റിയേ? ഏയ് അതൊന്നുമില്ല, ഞാനിങ്ങനെ കമ്പനിയുടെ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടോ വളരെ ടെൻഷനാ. വേറൊന്നുമില്ല മുത്തശ്ശി. എടാ, ഞാൻ നിന്നെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാ. എന്നോട് കള്ളം പറയാൻ നിക്കണ്ട കേട്ടോ. നീ സത്യം പറ, ഏത് പെണ്ണാ നിന്റെ മനസ്സില്? പെണ്ണോ? എന്റെ മൈൻഡിൽ പെണ്ണും പെടക്കോഴിയൊന്നുമില്ല. അതൊക്കെ മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. എടാ മോനെ, നിന്നെക്കാൾ ഓണേ കൂടുതലുണ്ട് ഒരാളാ നിന്റെ ഈ മുത്തശ്ശി. എന്നോട് നീ കള്ളത്തരം പറയണ്ട. പണ്ട് നിന്റെ മുത്തശ്ശനും ഇങ്ങനെ ആയിരുന്നു. എന്നെ എവിടെയോ വെച്ച് കണ്ടതിന് ശേഷം അയാൾക്ക് ഉണ്ണാനും ഉറങ്ങാനും കിടക്കാനും സമയം കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞെ. അതുപോലെ നിന്റെ മനസ്സിലാക്കിയത് ആരാ? എന്തായാലും അവളെ ഞാൻ സമ്മതിച്ചു. നിന്റെ ഈ കരിങ്കട്ടി മനസ്സ് ഇളക്കാൻ പറ്റിയില്ലേ അവക്ക്? അത് തന്നെ വലിയ കാര്യം. ആര് പറഞ്ഞു? എന്റെ മനസ്സൊന്നും ഇളകില്ല. പിന്നെ അതും കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കണ്ടിട്ട്. മുത്തശ്ശി ഒന്ന് പോയെ, ഞാൻ പുറത്തോട്ട് പോയിട്ട് വരാം. ശരി. കാര്യമായിട്ട് എന്തോ പറ്റി. ഹലോ ഡി മാധു, ഞാൻ അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ചു, പോയാലോ? ആണോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ പോവാടി. പൊളിയായിരിക്കും. ഓ, ഇത് നാളത്തേക്ക് മാറ്റണോ? ഇത് ഇന്ന് പോവാം, തൊട്ടടുത്ത് തന്നെയാ, വാടി. ഓക്കേ, സെറ്റ്. ഇവിടെ വന്ന ഇതാ പ്രശ്നം. ഒരു കെഫറ്റേരിയ കണ്ടുപിടിക്കണമെങ്കിൽ അലഞ്ഞു നടക്കണം. ബാംഗ്ലൂർ ആണെങ്കിൽ മുക്കിന് കെഫറ്റേരിയകളാ. പുല്ല്. ഹായ് സർ, എന്താ വേണ്ടത്? ഇവിടെ
കേക്ക്സിലാണെങ്കിൽ ഡിപ്പ് കേക്ക്, നേക്കഡ് കേക്ക്, ഗാലക്സി കേക്ക്, മോച്ച കേക്ക്, ബ്ലൗണ്ടി, ബ്രൗണി, ബഞ്ച് കേക്ക് ഇതൊക്കെയുണ്ട് സർ. ഡ്രിങ്ക് ഐറ്റത്തിലാണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ്, മോച്ച ഇതൊക്കെയാണ് സാർ ഇവിടെ ഉള്ളത്. I want one galaxy cake, brownie and bunch cake. Dip cake ഇപ്പോൾ കഴിക്കാൻ, ബാക്കി മൂന്നും പാഴ്സൽ. പിന്നെ ഡ്രിങ്കിലാണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ സർ. ഓ, ഈ മാധു ഇതെവിടെ പോയി കിടക്കുക? ഓർഡർ കൊടുക്കാൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോൺ എടുക്കുന്നില്ല. ഉഫ്, ഈ പെണ്ണിത് എവിടെ പോയാണോ കിടക്കുന്നത്? ഹലോ. ഓ, എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. നീ വരാതെ ഓർഡർ പോലും ഞാൻ കൊടുത്തിട്ടില്ല. കുറച്ച് ലേറ്റായി പോയി, സോറി ഡീ. ഓ, എനിക്കാണെങ്കിൽ വിശന്ന് പണ്ടാരടങ്ങി. മാത്രമല്ലതേ ലെഫ്റ്റിലെ ടേബിളിൽ ഇരിക്കുന്ന ആളെ കണ്ടോ? പുള്ളി നിനക്കിഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്ത് തിന്നുന്നേ. അതും കൂടെ കണ്ടപ്പോ എന്റെ വിശപ്പ് ഇരട്ടിയ. പിന്നെ ബഡ്ജറ്റ് ഇല്ലാത്തോണ്ടാ നീ വരുന്നവരെ വെയിറ്റ് ചെയ്ത്. ആ, അവിടെയും എന്നെ ഓസ് ജീവിക്കും. കൊള്ളാടി നീ. എടി ഓർഡർ ചെയ്യേ, എനിക്കടെ വിശന്നിട്ടിരിക്കാൻ വയ്യ പ്ലീസ്. പിന്നീട് ഓർഡർ ചെയ്യുമ്പോ ദേ ആ പുള്ളി വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യണം കേട്ടോ. ദേ ദേ ആ പുള്ളി. ഏത് പുള്ളി? ഇങ്ങേരോ? എന്റെ ദൈവമേ. എടി, ഇപ്പോഴാ ഞാൻ ഓർത്തെ, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. നീ കഴിച്ചോ? എവിടെ പോവാൻ? ഇന്ന് നിനക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനിങ് ഒന്നുമില്ലല്ലോ, പിന്നെന്താ? ഇല്ലടി, ഒരു എമർജൻസി എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. എന്തായാലും അവിടെ പോയേ പറ്റൂ. ഞാൻ പോവാവേ, പൈസ ഞാൻ അയക്കാം. ശരിയടി. ഇവക്കെന്ത് വട്ടായി? ഇനി ഞാൻ ഓർഡർ ചെയ്ത ലിസ്റ്റ് കൂടുതലായോണ്ട് എസ്കേപ്പ് ആയതായിരിക്കോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം കോളേജിൽ എൻ്റെ പറ്റ് മൊത്തം ഇപ്പോഴാണല്ലോ ക്ലോസ് ചെയ്യുന്നേ. ഇനി ഞാനിരുന്ന് എല്ലാം കഴിക്കണമല്ലോ. കുഴപ്പമില്ല, കഴിച്ചേക്കാം. എൻ്റെ പൊന്നോ, അയാൾ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് എൻ്റെ കവിളത്ത് വീണേനെ. ഇനി ഇങ്ങനെ കാണാൻ മാറി നടക്കണം. അളിയ ജോണേ, അങ്ങോട്ട് നോക്കിയടാ, ഒരു ശാലീന സുന്ദരി. ആഹാ, കൊള്ളാലോ കക്ഷി. ഒന്ന് മുട്ടി നോക്കിയല്ലോടാ. പിന്നല്ല, ഇതിനെയൊക്കെ തൊട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആമ്പിള്ളേരാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ അവളിയ? അതാ, നീ വാ. പോയി മോളെ, എങ്ങോട്ടാ ഒറ്റയ്ക്ക്? മാറി നിക്കടോ. അളിയ, ഇവള് കൊള്ളാലോ. പൂച്ചക്കുട്ടിന്നാ വിചാരിച്ചേ, പക്ഷേ പുലിക്കുട്ടിയുടെ മുറ്റാണല്ലോ നിനക്ക്. മര്യാദയ്ക്ക് എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നോ, അതാ നിനക്ക് രണ്ടെണ്ണത്തിന് നല്ലത്. ആഹാ, നീ അത്രക്കായോ? എന്നാ നീ കേട്ടോ, ഇവിടെ വെച്ചേ ഞാൻ നിന്നെ ഉമ്മ വയ്ക്കാൻ പോവാം. നീ എന്തോ ചെയ്യും? യു ബ്ലഡി. നീ പൊന്നോ, നീ എന്നെ തല്ലിയല്ലടി പുന്നാര മോളെ. ഇങ്ങോട്ട് വാടി. എന്തിനാടി കിടന്ന് പോകുന്നേ? എടാ, അവളുടെ ആ ദേഹത്ത് കിടക്കുന്ന ഷോളിങ് വലിച്ചെടുക്ക്. പ്ലീസ് എന്നെ വിട്ടേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ ഫുഡിലും. കൊള്ളാം. ഇത്രയും നല്ല കിടിലം കടയാണെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് അവളല്ലേ, ആ മുയലും പല്ലി? അവിടെ എന്താ അവന്മാരുമായിട്ട് അവള് നിൽക്കുന്നേ? ഇനി അതിലേതെങ്കിലും ഒരുത്തർ ഉമ്മ വെച്ചിട്ടാണോ പിടിച്ച് നിർത്തിയിരിക്കുന്ന അവളെ? എന്നെ വീട്, എനിക്ക് വീട്ടിൽ പോണം. നിങ്ങൾ എന്തിനാ കാണിക്കുന്നേ? ഹാ വിടാടി, മോളൊന്ന് ചേട്ടന്മാർക്ക് വേണ്ടി ഒന്ന് സഹകരിച്ച് നിൽക്ക്, എന്നിട്ട് വിടാം. നിങ്ങളൊക്കെ എന്താ ഇവിടെ കാണിക്കുന്നേ? താനെന്തിനാ കരയുന്നേ? ഇവരെന്നെ മാറി നിക്ക്. നിന്റെയൊക്കെ ആൺകരുത്ത് പെണ്ണുങ്ങളോടല്ല കാണിക്കണ്ടേ. ചോണയുണ്ടെങ്കിൽ നേർക്ക് നേരെ വാടാ. എടാ ജോണേ, ദേ ഇവളെ തൊട്ടത് ചേട്ടനങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാ ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യ്, ഞങ്ങളൊന്ന് തൊട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചേട്ടന് തരാം.
എന്താടാ നായ നീ ഇപ്പൊ പറഞ്ഞേ? ബാക്കിയുണ്ടെങ്കിൽ ചേട്ടന് തരാന്ന്. നായിന്റെ മോനെ. ഡാ ജോണേ, ഓടിക്കോടാ. ഡോ, താൻ കരയാതിരിക്കെ. താൻ കരയുമ്പോ എനിക്കറിയില്ല, എനിക്ക് എന്തോ പോലെ വിഷമാവുന്നു. പ്ലീസ് താൻ കരയില്ലേ. hey, hey.